എലത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ 2025 വർഷത്തെ കർഷക സഭകളും ഞാറ്റുവേല ചന്തയും പുത്തൂർ കോർപ്പറേഷൻ ഹാളിൽ വച്ച് നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ വി.കെ. മോഹൻദാസ് മുതിർന്ന കർഷകനായ സിദ്ധാർത്ഥൻ നായർക്ക് ഞാറ്റുവേല വൃക്ഷത്തൈ നൽകി പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാത്തിനും കാർഷിക രാജ്യമായ ഇന്ത്യയിലും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഇപ്പം കൃഷിക്ക് വലിയ പ്രാധാന്യമെങ്കിൽ പോലും അവരില്ലെങ്കിൽ എല്ലാവരുടെ കാര്യവും പട്ടിണിയാകുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മൾ കൃഷി ചെയ്തില്ലെങ്കിൽ കൃഷി ഇപ്പോൾ എവിടുന്നും ആഗോളവൽക്കരണം വന്നുകൊണ്ട് എവിടുന്നും സാധനം എത്തും. അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വിലയിലേക്ക് ആ സാധനം എത്തുന്നുള്ള സാഹചര്യമുണ്ട്. മുൻകാലങ്ങളിൽ ഈ മാസങ്ങളൊക്കെ പട്ടിണി കിടക്കുന്ന മാസങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞു വരാം. ഇപ്പം പട്ടിണി കിടക്കണ്ട, കാരണം BPL സൗജന്യ റേഷൻ കിട്ടുന്നതുകൊണ്ട് പട്ടിണി കിടക്കേണ്ട സാഹചര്യം. എന്നാലും ഈ മാസം പൊതുവെ തൊഴിലും വരുമാനം കുറഞ്ഞൊരു മാസമാണ്. പിന്നെ സാധാരണ പങ്കേഷണ അവിടെ ഉണ്ട്, ഈ മോട്ടോർ വാഹനത്തിന് ഒരു ബ്രേക്ക് എടുക്കാനുള്ള പരിപാടിയുണ്ട്. അതുപോലെ ഞാറ്റുവേല മാസം എന്ന് പറയുന്നത്, അതെങ്ങനെ വാഹനം ഓടി എൻ്റെ തേമാനൊക്കെ റിപ്പയർ ചെയ്ത് വീണ്ടും പുതുക്കി ഇറക്കുന്ന പരിപാടിയാണ് ബ്രേക്ക് എടുക്കുക. ഈ ഞാറ്റുവേല മാസത്തിൽ ഇങ്ങനെ ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് പരസ്യം ഇങ്ങനെ കാണാം. 14 ദിവസത്തേക്ക് 28 ദിവസത്തേക്ക് പൈസയുള്ളവർക്ക് സുഖ ചികിത്സ നടത്താനുള്ള സമയമാണ്. അപ്പം അതിന് ഇങ്ങനെ പരസ്യം ഈ മാസം ഇങ്ങനെ കഴിഞ്ഞ മാസം ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. പണമില്ലാത്തവർക്ക് പിന്നെ അന്ന് ഉലുവ മുതലേ കഴിക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പോൾ സിദ്ധാർത്ഥാണ് ചോദിച്ചു, നിങ്ങൾക്ക് ഉലുവ കഴിക്കലുണ്ടോ? അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി ബിജു, കൗൺസിലർ SM തുഷാര, കൃഷി ഓഫീസർ TR ഹരിത, കേരഗ്രാമം പദ്ധതി പ്രസിഡന്റ് ജനാർദ്ദനൻ, EP സഫീന, ADC മെമ്പർ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് താലൂക്ക് കോർഡിനേറ്റർ അനുഷ അരവിന്ദ് ക്ലാസ് നടത്തി. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് വിവിധയിനം തൈകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവയും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കർഷകർക്ക് തങ്ങളുടെ വിള ഇൻഷൂർ ചെയ്യുന്നതിനുള്ള സൗകര്യവുമൊരുക്കി. നിരവധി പേർ പങ്കെടുത്തു.